മലയാളി മങ്കീസ് എപ്പോഴും സാഡാണ്, ഒരു മോട്ടിവേഷനിൽ അവർക്ക് എപ്പോഴും വിഷമങ്ങളാണ് പറയാന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞങ്ങൾ വെച്ചു വിഷമം ഒരു മോട്ടിവേഷൻ പോലെ പറയാന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷണൽ ട്രാക്ക്. ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും പൊളിച്ച് ജീവിക്കാം എന്നുള്ളൊരു മോട്ടിവേഷനോട് കൂടി ചെയ്തു തുടങ്ങിയ പാട്ടാണ്. കുറെ പേർ കണക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ, കേട്ടിട്ട് എന്ത് കുറെ പേര് നല്ല രീതിയിൽ രണ്ട് തരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഈ ജാസി ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള? അതാണ് ഞങ്ങൾക്ക് ഈ പാട്ടിലെ ഏറ്റവും ഹൈലൈറ്റ്. ഞങ്ങൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളാലോ. ജാസി ഗിഫ്റ്റ് കാണുന്ന സമയത്ത് ഞങ്ങൾ ജെറ്റിലുണ്ടായിരുന്നു. ശരി, അടിപൊളിയായിരുന്നു. മൂപ്പര് പേര് പോലെ തന്നെ ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക്. അതെ, ജാസി എന്ന ഗിഫ്റ്റ്. നമ്മുടെ ട്രാക്കിൽ മറ്റേ മച്ചാനെ ചച്ചക്കുട്ടി ആ സാധനം മറ്റേ ഓജി പണ്ടത്തെ നമ്മള് കേട്ട് വളർന്ന ജാസി ഗിഫ്റ്റ് നമ്മുടെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇതില് ഓഡിയൻസ് എടുക്കണ്ടോ എടുക്കില്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം അതിപ്പോ നമ്മൾ ഇനീഷ്യൽ മുമ്പിലും കഞ്ഞി പാട്ട് തൊട്ടാണെങ്കിൽ പോലും രണ്ടഭിപ്രായങ്ങളും ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കാരണം കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസിന് എത്തേണ്ടത് കൊണ്ട് ആ സിനിമയുടെ വേൾഡും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ മൊത്തം കൺവിൻസ് ചെയ്യണമല്ലോ, ലൈക് ഡയറക്ടർ എല്ലാരും കൺവിൻസ്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചും കൂടെ ലൈക് സിനിമയുടെ ഒരു കളറിൽ വർക്ക് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു, അത് സക്സസ് ആവുന്നു. അതേസമയം നമ്മുടെ ഫേസും ഫെമിലിയർ ആവണം, ഒരു ഫെയിം കിട്ടണമെന്നും കൂടെ ആലോചിക്കുമല്ലോ. ഫേസ് ഫെമിലിയർ ആണല്ലോ, ഈ ഫേസ് ഫെമിലിയർ മതി. ഇഷ്ടപ്പെട്ട കാര്യം ട്രൈ ചെയ്യാം. ഭയങ്കര റെസിസ്റ്റൻസും ചവിട്ടും അതൊക്കെ കിട്ടും, പക്ഷെ ചെയ്യാ നീങ്ങ വെളിച്ചം കിട്ടാൻ തന്നെ കുറച്ചാൾ ഓടിയും. അപ്പൊ വെളിച്ചില്ലാന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കരുത്, അവിടെ തന്നെ ആയിരിക്കും വെളിച്ചം. അങ്ങനെ നേരെ നടക്കുക. കൊമേഴ്ഷ്യൽ ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങളൊരു മാസ് ഓഡിയൻസിനുള്ള ഒരു ആർട്ടിസ്റ്റ് ഞങ്ങൾ ഒരിക്കലും എവിടെയും ഡിമാൻഡും ചെയ്യുന്നില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഓൾവേസ് ഓപ്പൺ ആണ് വർക്ക് ചെയ്യാനാണെങ്കിലും. അങ്ങനെ ഒരു റാൻഡം ദിവസമാണ് പെട്ടെന്ന് സുജിനേട്ടൻ വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാന്ന് പറയണം. അപ്പൊ നമ്മളപ്പോ വണ്ടടിക്കണത് മൊത്തത്തിൽ എല്ലാ മൊമെന്റ്സാ. മങ്കീസ് സംഭവിക്കുന്നതൊക്കെ കംപ്ലീറ്റ് നമുക്ക് മൊമെന്റ്സ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഫേസ് ആരാധകർക്ക് നിങ്ങളുടെ ഫേസ് ഈ മൂന്നുപേര് ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാവില്ലേ? അപ്പൊ അവർ കമന്റ്സിലൂടെ നേരിട്ട് കാണുമ്പോഴും ഈ മുഖം ഒന്ന് കാണണമെന്ന് പറയാറുണ്ട്. ഒരു അത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ചായക്കടയിലും പോവാം, എവിടെ വേണം ചായ കുടിക്കാം, ആരുടെ സംസാരിക്കാം, നമ്മൾ അറിയുന്ന ആൾക്കാരില്ല. നമുക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഞങ്ങൾക്ക് തന്നെ പറയാം ഏത് സഭയിൽ വേണമെങ്കിൽ പോയിട്ട്. വേറെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ ക്രൗഡിലൊക്കെ പോകുമ്പോഴേ ഈ 3 പേര് ഇതിന് ഇത്ര വിഷനുള്ളൂ. സൈഡിൽ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിക്കും, നമ്മളെ കിടിക്കും, ഏറ്റവും രസം എന്താ വെച്ചാൽ ഞങ്ങൾ ഷെയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നിൽക്കും, എന്താ സിഗ്നറ്റി ഇങ്ങനെ പോയിട്ട് അങ്ങനെ മറ്റേ ചപ്പ പോലൊക്കെ കൈ വരുമ്പോ. ശരിക്കും ഈ കാശാണോ നല്ലത്, കാശാണോ വേണ്ടത് സമാധാനം കിട്ടാൻ? ഇപ്പൊ ഞങ്ങളിപ്പോ പാട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ താത്ത ചായക്കടയിൽ പോയിട്ട് 2 പാട്ട് പാടി കൊടുത്ത് എനിക്ക് ജ്യൂസ് ഇല്ലല്ലോ, കാശ് വയ്ക്കില്ലേ? കാശ് വയ്ക്കുന്നോട് കാശ് വയ്ക്കും, കാശ് വേണം, കാശ് എന്തായാലും വേണം. അത് ഞാൻ പറഞ്ഞു, ഈ നാട്ടില് കുറെ കാര്യങ്ങളുണ്ട്. അത് കുറെ എന്താ പറയാ, ഞങ്ങൾ ഓരോ പാട്ടിലായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ ലൈഫിൽ ഏറ്റവും പഠിച്ചൊരു കാര്യം എന്താ? ബി ഹംബിൾ, ഗ്രേറ്റ്ഫുൾ. ലൈഫിൽ കുറെ ലെസൺ ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ച് നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്ത് ലൈവായിട്ട് ജീവിച്ചു പോവുക. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. പ്രേക്ഷകരുടെ പൾസ് എറിഞ്ഞ് പാട്ടുണ്ടാക്കുന്ന മലയാളി മങ്കീസ് ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. ഒരേ പൊളി കേട്ടു, ഒരേ പൊളിയായിരുന്നു പാട്ട്. ഓരോ പാട്ട് ഇറങ്ങുമ്പോഴേ ഞങ്ങൾ പ്രതീക്ഷിക്കും ഇനി എന്താണ് മലയാളി മങ്കീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ അടുത്ത വിഷയം? അടുത്ത വിഷയം എന്താണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരേ പൊളി 2 വരിയോടുകൂടി നമുക്ക് തുടങ്ങാം. 5-10 കാശിലും എന്താ പൊള്ളി, എന്താ പൊള്ളി, 5-10 എന്താ കളി, എന്താ കളി, 5-10 കാശിലും എന്താ പൊള്ളി, എന്താ പൊള്ളി, 5-10 എന്താ കളി, എന്താ കളി. ഒരേ പൊളി 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 പൊളി.
Don't worry, 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 worry. Adrasake, adrasake, adrasake. ഓ അടിപൊളി അടിപൊളി. ഓരോ പാട്ടിനും പിന്നിലും ഒരു കഥയുണ്ടാവും. ഒരേ പുള്ളിക്ക് പിന്നിലെ കഥ എന്താ? ഒരേ പുള്ളിക്ക് പിന്നിലെ കഥ മലയാളി മങ്കീസ് എപ്പോഴും സാഡാണ്, ഒരു മോട്ടിവേഷൻ, അവർക്ക് എപ്പോഴും വിഷമങ്ങളാണ് പറയാന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞങ്ങൾ വെച്ചു വിഷമം ഒരു മോട്ടിവേഷൻ പോലെ പറയാന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷണൽ ട്രാക്ക് പിടിച്ചതാണ്. അതെ, മോട്ടിവേഷൻ. ഒരു ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും പൊളിച്ച് ജീവിക്കാം എന്നുള്ളൊരു മോട്ടിവേഷനോട് കൂടി ചെയ്തു തുടങ്ങിയ പാട്ടാണ്. ഈ മലയാളി മങ്കീസിന്റെ പാട്ടുകൾ പലപ്പോഴും നമ്മുടെ സാധാരണക്കാരുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയും. കുറെ പേർ കണക്ട് ആത്ത ആൾക്കാരുണ്ട് കേട്ടോ, കേട്ടിട്ട് എന്ത് മൈ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കുറെ പേര് നല്ല രീതിയിൽ രണ്ട് തരത്തിലുള്ള ഓഡിയൻസ് ഉള്ള ഓഡിയൻസ് ഉണ്ട്. പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു വെച്ച കുറെ കാര്യങ്ങളായിരിക്കുമല്ലോ ചിലപ്പോൾ പാട്ടുകളായിട്ട് വരുന്നത്. നമ്മുടെ ലൈഫായിട്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾക്ക് കണക്ട് ആവുന്ന കാര്യങ്ങള്, നമ്മുടെ ഫ്രണ്ട്സിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പാട്ടില് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ? മെയിൻലി നമ്മുടെ ലൈഫ് 3 പേരുണ്ടല്ലോ, 3 പേരുടെ ലൈഫിൽ തന്നെ കുറെ സംഭവബഹുലമായ സിറ്റുവേഷൻ ഉണ്ടാവുന്നതുണ്ട്. ഒരേപുള്ളിയിൽ ഇപ്പൊ അച്ഛനെ പറ്റി നമ്മൾ ഓർക്കുന്നു. അച്ഛനെന്ന് വാഴ വെക്കാത്തത് അത് നഷ്ടമായി പോയി, കഷ്ടമായി പോയി, ഇഷ്ടം പോലെ പ്രാഗി, മൈരനില്ല ഭാവി. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ട് വളരുന്ന ഒരു അവസ്ഥയിൽ എന്തിനാ മച്ച എത്ര ടെൻഷൻ അടിക്കുന്ന ഒരേ പൊള്ളി. ഇതാണ് അതിന്റെ സ്ട്രക്ചർ പോണത്. എന്താണ് ഇത് ഒരേ പൊള്ളി? മോട്ടിവേഷൻ പിടിച്ചിട്ടുണ്ട്, കിട്ടിയോന്നറിയില്ല, കൊടുത്തിട്ടുണ്ട്. വീട്ടിലൊക്കെ നമുക്ക് ചീത്ത വെക്കും, ഇല്ലെങ്കിൽ അവിടെ നാട്ടിലൊക്കെ നമുക്ക് ചീത്തപ്പേരായിരിക്കും. പക്ഷെ നമ്മൾ എന്നാലും അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക, എല്ലാരും പറയണ കേട്ടിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മോട്ടിവേഷനാണ് ട്രാക്കിന്റെ മെയിൻ പരിപാടി. അതാണ് ഇതിന്റെ ഒരു. ഈ ജാസി ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള? അതാണ് ഞങ്ങൾക്ക് ഈ പാട്ടിലെ ഏറ്റവും ഞങ്ങൾ ശരി കണ്ടോണ്ടിരിക്കുമ്പോഴ കൊള്ളാലോ. ജാസി ഗിഫ്റ്റ് കാണുന്ന സമയത്ത് ഞങ്ങൾ ഒരു ജെറ്റിലുണ്ടായിരുന്നു. ശേഷം അടിപൊളിയായിരുന്നു. മൂപ്പര് പേര് പോലെ തന്നെ ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്കത്. അതെ, ജാസി ഗിഫ്റ്റ്. അത് ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. മൂപ്പരായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ട്രാക്കിലെ ഏറ്റവും വലിയ ഹൈ. ട്രാക്കിന്റെ മൊത്തം ഹൈ കിടക്കുന്നത്, ഞങ്ങൾക്ക് ഹൈ കിടക്കുന്നത് മൂപ്പരായിട്ടൊന്ന് ഒരു കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മൾ ഒപ്പം ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്തു. ലൈക്ക് ജാസ് ചേട്ടന്റെ വേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പം ഇരുന്ന്, നമ്മുടെ വാർഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് ഫ്രണ്ട്സിന്റെ. അപ്പോൾ ആ സ്റ്റുഡിയോ തന്നെയാണ് നമ്മൾ ജാസ് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ് ചേട്ടൻ സ്റ്റുഡിയോയിൽ വന്ന് ഭയങ്കര കംഫർട്ടബിളായി നമ്മൾ ഫുൾ സംസാരിച്ച് കുറേ പാട്ടുകൾ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാട്ടിലും അപ്ഡേറ്റഡ്, ലൈക്ക് ലേറ്റസ്റ്റ് പുറത്തൊക്കെ ഇറക്കുന്ന ട്രാക്സ് ആണെങ്കിലും ഭയങ്കര. ഞങ്ങൾ ഏതായിരുന്നു ആൻഡർസൺ പാക്കിന്റെ ട്രാക്സ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് നല്ല അടിപൊളി ട്രാക്കാണ്. ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ ഞാൻ ലൈവ് കാണാൻ നോക്കുന്നത്. അങ്ങനത്തെ ശങ്ക ട്രൈബിന് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. അവിടെ തന്നെ നമ്മൾ ഭയങ്കര എനർജി, ഭയങ്കര മാച്ചായി. നമ്മളും അതേപോലെ ഈ ഒരു ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു എറ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് റെസ്ട്രിക്റ്റീവ് ആയിരിക്കുന്നു. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, വർക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ജാസ് ചേട്ടന് കേട്ടിട്ട് ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടെ വന്നു. അതൊക്കെ ആള് ഇൻപുട്ടർ ഭയങ്കര ഇൻപുട്ടാ. ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കറക്ഷൻ പറയാം, നമുക്ക് വേണ്ട രീതിയിൽ ഈ പാട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനത്തെ മൂപ്പരടുത്ത് എങ്ങനെ നമ്മളിത് പറയാ. പിന്നെ നമ്മൾ എക്സൈറ്റഡ് ആണ്, നമ്മൾ മറ്റേ ഗൂസ് ബം മൊമെന്റ്സ് ആണ് പുള്ളി പാടി തുടങ്ങുമ്പോ തന്നെ. മറ്റേ നമ്മുടെ ട്രാക്കിൽ മറ്റേ മച്ചാനെ കുട്ടി ആ സാധനം മറ്റേ OG പണ്ടത്തെ നമ്മള് കേട്ട് വളർന്ന ജാസ് ഗിഫ്റ്റ് നമ്മൾ മുന്നിൽ അതേ സാധനങ്ങള് കാണുമ്പോ ഡോൺ രാജൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഡോൺ രാജ മറ്റേ ആളും എക്സൈറ്റഡ് ആണ് ആ പണ്ടത്തെ പരിപാടികൾ. അതന്ന് ഞാൻ ധൻരാജ അല്ല, അത് ഡോൺ രാജ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഫുൾ എക്സൈറ്റഡ്. നല്ല രസമായിരുന്നു വർക്കിംഗ്. നിങ്ങൾ എങ്ങനെ കണക്ട് ആവണേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാം എന്നൊരു പരിപാടിയിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന മൂമെന്റ് ഓർമ്മ? ഞങ്ങൾ തന്നെ ആദ്യം തന്നെ ഒന്ന് കൺസ്പയർ ചെയ്തു, ഞങ്ങൾക്ക് ജാസി ഗിഫ്റ്റ് ആണ്. ഞങ്ങൾ ഒന്നേരം ഇരുന്നിട്ട് നമുക്ക് അത് ജാസി ഗിഫ്റ്റ് ഒന്ന് അടിപൊളിയായിരിക്കുമല്ലേ എന്ന് വെറുതെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു, അത്ര ഉണ്ടായുള്ളൂ. ഈ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഫസ്റ്റ് ഇതിന്റെ ഹുക്ക് ഒരേ പൊള്ളി. അതപ്പോ നമ്മളിങ്ങനെ ഒരു ബേസിൽ ഒരേ പൊള്ളി ഇങ്ങനെ പാടുമ്പോ തന്നെ ഈ സാധനം നമുക്കിത് എവിടുന്നാ വരുന്നത് ആലോചിക്കുമ്പോ ഇത് ജാസി ഗിഫ്റ്റിന്റെ പാട്ടുകളിൽ കേട്ടിട്ടുള്ള ഒരു സാധനമാണെന്ന് എവിടെയോ തോന്നി. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ വൈ നോട്ട്. ആള് പാടുമ്പോ അത് മനസ്സിലാക്കി വരും. അപ്പൊ തന്നെ കറക്റ്റായിട്ട് ഒരു പുള്ളി ടൈമിൽ എന്തോ തഗ്ദോമൊക്കെ ചെയ്യണ സമയത്ത് നമ്മള് കണക്ട് ചെയ്യണ്ടായിരുന്നില്ലേ ആ സമയത്ത്. പുള്ളി ബ്രേക്കിൽ അതിൻ്റെ ഒരു ബ്രേക്കിലായിരുന്നു 6 മാസത്തെ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഹോപ്പ് ഇട്ടു ചിലപ്പോൾ പുള്ളി നമ്മളെ ഒഴിവാക്കിയതായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും റെസ്പോണ്ട് ചെയ്ത് എന്താ റെക്കോർഡ് ചെയ്യണ്ടേ എന്നിട്ട്
ആള് സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതിനെങ്ങാട്ട് ഞങ്ങൾക്ക് ജീവിതത്തില് ഞങ്ങളൊരു സക്സസ് ആയി നിന്ന് തോന്നിയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ജാസിഫിനെ അപ്രോച്ച് ഹായ് ഞങ്ങൾ മലയാളി മെങ്കീസ് ആണ് ഇങ്ങനെ പറഞ്ഞപ്പോ അറിയാം മക്കളെ നിങ്ങളെ പിന്നെന്താ നിങ്ങൾ അറിയാതിരിക്കുന്നൊക്കെ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യണം ഇത് ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി ഇങ്ങനെയൊക്കെ അതൊക്കെ അതിന്റെ ആവശ്യം തോന്നുന്നില്ല. പുള്ളിക്ക് മനസ്സിലായി നിങ്ങളുടെ പരിപാടി വൈബ് കിട്ടിയത് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഭയങ്കര ചെറുപ്പമാണ് ആള്. ഭയങ്കര മാനേജ് യങ് മനുഷ്യൻ ഡൗൺ ടു എർത്ത്. എന്താ ആളെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്. അല്ല പുള്ളി ആ ഒരു ലെജൻഡാണ്. ഞങ്ങൾക്കും കുറെ പഠിക്കണ്ടായിരുന്നു കേട്ടോ. ഡൗൺ ടു എർത്ത് നമ്മള് എത്ര ഹിറ്റ് കൊടുക്കണം അതൊന്നുമല്ല, നമ്മളെ എത്ര ഡൗൺ ടു എർത്ത് ആയിരിക്കണോ അത് നമ്മളെപ്പോഴും ഗ്രോ ചെയ്യും. ഇപ്പൊ ആൾ തന്നെ ആയിക്കോട്ടെ, ആള് ഇത്ര അപ്ഡേറ്റഡ് ആയിരിക്കണം. ആൾക്കാർ മറ്റേ മറിയില്ലാതാണ് ചെറിയ പിള്ളേരെങ്കിൽ അവരിപ്പം വർക്ക് ചെയ്യാം. ഞങ്ങളെ മാഷ് എന്ന് വിളിക്കുക. ഞങ്ങൾക്ക് മറ്റേ ജാസി ചേട്ടാ. പിന്നെ ഭയങ്കര വോക്കൽ കൺസിസ്റ്റൻസി നമ്മൾ പണ്ട് കേട്ടേക്കണ അതേ ടോൺ തന്നെ ഇപ്പോഴും പുള്ളി പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല ഡയറ്റ് ആണ് പുള്ളി. അങ്ങനത്തെ കുറെ ഹെൽത്തി പരിപാടികളൊക്കെ ഇതിലുണ്ടുകൊണ്ട് ഇപ്പൊ മലയാളം മെഗസിൻ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബാൻഡ്. ആളുകൾ ഇപ്പം നിങ്ങളുടെ തുടക്ക സമയത്ത് ഒട്ടും പ്ലാനോട് കൂടി ഇല്ലാതെ 3 ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുന്നു. ഇന്ന് സക്സസ്ഫുള്ളി നിൽക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? ശരിക്കും അന്നത്തെ അതേ ചിന്താഗതിയൊന്നും നല്ല പാട്ടുണ്ടാക്കുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങളും പുതിയത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ഈ ബ്രാക്കറ്റ് ഇല്ലാതെ ഇങ്ങനെ പൊളിച്ച് ഞങ്ങളും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പുതിയത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ചിലത് ഓഡിയൻസ് എടുക്കുന്നുണ്ട്, ചിലത് ഓഡിയൻസ് റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതന്റിക് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഫോമിൽ കൊടുക്കാൻ പറ്റുന്നതിലാണ് നമ്മുടെ അൾട്ടിമേറ്റ് സക്സസ്. ഇപ്പോൾ എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നു ആ സാധനം അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ബെസ്റ്റ് ഫോമിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് മേ ബി കണക്ട് ആവാതിരിക്കും. കണക്ട് ആയാൽ ഭയങ്കര സന്തോഷം. കണക്ട് ആയില്ലെങ്കിലും നമ്മുടെ ഒരു രീതിയിൽ അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന പോയിന്റ് ഞങ്ങൾ ഒതന്റിക് ആയിട്ടാണ് ചെയ്യാൻ നോക്കി അത് വർക്കായിട്ടുണ്ടോ എന്നുള്ളത്. സോ ആ രീതിയിൽ നമ്മൾ എല്ലാ പ്രൊജക്റ്റും നമുക്ക് സക്സസ്ഫുൾ ആണ്. അപ്പോൾ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പൊ സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന സിനിമയുടെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, സിനിമയുടെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഇപ്പൊ റീസെന്റ് ബൾട്ടി എന്ന് പറയുന്ന മൂവിയിൽ നമ്മൾ വർക്ക് ചെയ്തതായിരുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ആ മൂവിയുടെ സീക്വൻസിനനുസരിച്ച് വർക്ക് ചെയ്തു. പക്ഷെ അതിലൊരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു പറഞ്ഞാൽ അത് ലൈക്ക് 3 to 4 hours ഫുൾ നമ്മൾ ആ ട്രാക്കിന്റെ റെക്കോർഡിങ്ങും എഴുത്തും എല്ലാം കൂടെ പാരലായിട്ട് ചെയ്തത്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു തീമോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ആ ഒതന്റിസിറ്റി വർക്ക് ചെയ്യാൻ എന്തെങ്കിലും തീം കാണും. ഇപ്പൊ മറ്റേ ബൾട്ടിനകത്ത് ഇതായിരുന്നു ഇച്ചിരി കൊണ കൊടുക്കാം എന്നുള്ള സാധനം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾ മാസാട എന്നുള്ള സാധനം. അപ്പൊ മറ്റേ നമ്മൾ പറയുമ്പോ ഓളംബാനി സോമാനി സോളംബാൻ അങ്ങനെയൊക്കെ മപ്പിള പോലെ ആടുമോ പാടുമോ അങ്ങനെ നമുക്കൊരു വേറൊരു സോൺ. അതാണ് നമ്മുടെ സക്സസ്. ഇതിപ്പോ ഒരു പാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേരുണ്ട്. ചിലപ്പം അഭിപ്രായങ്ങൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരും, ചിലപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ വരും, ചിലപ്പോൾ ബെറ്റർ ആയിട്ടാ വരിക. ഒരു പാട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ ഒരു ഐഡിയ വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾ 3 പേരും ചേർന്നത്? നമ്മളൊരു ചായക്കടയിൽ പോകും, ഒരു സിഗരറ്റ് വലിക്കും, ചായ കുടിക്കും. എന്താണ് ഈ പരിപാടി, എന്താണ് സിനിമയ്ക്കാണെങ്കിൽ അങ്ങനെ തന്നെ അപ്രോച്ച് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ കഥ കേൾക്കും. ഞങ്ങൾ മോസ്റ്റ്ലി അങ്ങനത്തെ ഞങ്ങൾക്ക് പാട്ടുണ്ടാക്കാൻ ഞങ്ങൾ ആദ്യം ഐഡിയ ബിൽഡ് ചെയ്യുന്നത് എവിടെയാണോ ചിലപ്പോൾ മെട്രോയിൽ പോലെ നമ്മളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ എന്നുള്ളത് എപ്പോഴും വരാലോ. ഒരുമിച്ചുള്ളപ്പൊക്കെ ഈ സോണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് കൊള്ളാം, ആ സാധനം കൊള്ളാം, അപ്പം എഴുതി വയ്ക്കും. അങ്ങനെ പിന്നെ ഒരുമിച്ച് സ്റ്റുഡിയോ ഉള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒറ്റയിരിപ്പിൽ ഫുള്ള് ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിറവി എന്നൊരു ട്രാക്ക് ഇട്ടുണ്ടായിരുന്നു. കേരള പിറവിക്ക് ഐക്കാർഡ് ഉണ്ട്. ഐക്കാർഡ് എന്ന് പറഞ്ഞിട്ട് അറിയണ്ടോ? അപ്പൊ ഐക്കാർഡ് എങ്ങനെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ചലഞ്ച് ചെയ്തു. വൈകിട്ട് 6:30 അണ്ണ വന്നിട്ട് വന്ന് കേരള പിറവി അല്ലേ, നിങ്ങൾ കേരള പിറവിക്ക് ഒരു പാട്ടിറക്കി എന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി വാങ്ങിത്തരാ പറഞ്ഞു. വെറും ബിരിയാണിക്ക് വേണ്ടി ഇതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണോ എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ദിവസം തന്നെ പാട്ട് ചെയ്തു. പക്ഷെ എഡിറ്റ് കുറച്ച് ലാഗായി പോയി. കാരണം പാട്ട് തീർന്നു കേട്ടോ. പാട്ട് ഞങ്ങളൊരു 8 മണിക്ക് തുടങ്ങി ഒരു 10 മണിക്ക് തീർത്തു. പക്ഷെ പ്ലാനിൽ വന്നപ്പോ അത് 12 മണി വരെ താണ്ടി. നമ്മളിപ്പോ ബേസിക്കലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് മോർ ഓഫ് ലൈക്ക് പെർഫോമൻസും അല്ലെങ്കിൽ അല്ലാത്ത റീൽസിനെക്കാട്ടിലും ഇപ്പൊ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈക്ക് ചെറിയ 1.5 മിനിറ്റ് 2 മിനിറ്റിന്റെ പാട്ടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അപ്പൊ തന്നെ എന്തൊക്കെയാടായി കൊച്ചു കേരളത്തിൽ നടക്കണം. ആ സാധനം വന്ന സമയത്ത് ഞങ്ങൾ മറ്റേ എന്തൊക്കെയാടായി കൊച്ചു കേരളത്തിൽ നടക്കണത് എന്നിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കണം. അത് നല്ലോണം ആ സമയത്ത് കയറിണ്ടായിരുന്നു.
ആ ഒരു സിമ്പിൾ പരിപാടി ഇവിടെ നടക്കുന്നത്. കലയ്ക്കൊന്നും വിലയില്ല, കഴിവിന് അംഗീകാരമില്ല, പാസ്റ്റ് ലൈഫിലെ ബാഡ് ഡീഡുകൾ കാരണം ഇപ്പോൾ ഗതിയില്ല. അപ്പൊ ആ ടൈമിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഈ ഒരു മൂഡാണ് നമ്മുടെ ഒരു സോൺ. അല്ല, ബേസിക്കലി ഞങ്ങൾ പാട്ടുണ്ടാക്കണത് ഞങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ഞങ്ങൾക്ക് മെന്റലി എന്തെങ്കിലും പറയണമെന്ന്. ഞങ്ങൾ ഈ മീഡിയ ശരിക്കൊരു ഈ മീഡിയം ആർട്ടിനെ ഞങ്ങൾ യൂസ് ചെയ്യും. മ്യൂസിക് ആണെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യും ഞങ്ങൾക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണുള്ളൊരു പറയാനുള്ളൊരു പോർട്ടൽ, അതായത് ജനങ്ങൾക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത് എന്നുള്ളത്. പലതും ചൂസ് ചെയ്യും. ചിലവർ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് പറയും, ചിലവർ കോണ്ടന്റ് ഉണ്ടാക്കി പറയും, ഞങ്ങൾ പാട്ടാക്കി പറയുന്ന അത്രേ ഉള്ളൂ. വേറെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. ഇതില് ഓഡിയൻസ് എടുക്കണ്ടോ എടുക്കില്ലേ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പൊതുവെ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അതിപ്പോ നമ്മൾ ഇനീഷ്യൽ ഊമ്പലും കഞ്ഞി പാട്ട് തൊട്ടാണെങ്കിൽ പോലും അത് നമ്മൾ അഭിപ്രായങ്ങളും ഒരുപാട് കമന്റ്സുകളും പിന്നെയും സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, കാരണം കുറച്ചും കൂടി ഒരു വൈഡർ ഓഡിയൻസിന് എത്തേണ്ടത് കൊണ്ട് ആ സിനിമയുടെ വേൾഡും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ മൊത്തം കൺവിൻസ് ചെയ്യണമല്ലോ, ലൈക് ഡയറക്ടർ എല്ലാരും കൺവിൻസ്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചും കൂടെ ലൈക് സിനിമയുടെ ഒരു കളറിൽ വർക്ക് ചെയ്യും. പക്ഷെ അല്ലാതെ ഇൻഡിപെൻഡന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടാണ്, അവിടെ എന്തും നമുക്ക് വളരെ വിചിത്രമായി നമ്മള് ബോംബെയിലെ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങള് അവിടെ ആരുമില്ല മലയാളികള്, ആരും ഒരാള് അശ്വിൻ കുമാർ കുറച്ച് പേര് കാണത്തുള്ളൂ മലയാളികൾ, ബാക്കിയൊക്കെ മറ്റേ നോർത്ത് ഇന്ത്യൻസ്. പക്ഷെ ഇവർക്ക് വൻ വൈബ്, ഇവർക്ക് പരിപാടി. ഞങ്ങൾക്ക് ഒരു ഡിസ്ക്ലൈമർ എടുത്തു, ഇതിനകത്ത് കുറച്ച് എക്സ്പ്ലിസിറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും, പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പോലത്തെ ഒരു ആ രീതിയിലാണ്. ഇവർക്ക് നമ്മുടെ പ്രസന്റേഷനും പരിപാടി ഇതെല്ലാം പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ട്യൂണാണ്. പിന്നെ നമ്മുടെ ആ പാടുമ്പോൾ ഇച്ചിരി റോ ആയിട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ലൈക് ചൈനക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചൈനക്കാര് ഈ സ്പോട്ടിഫൈയുടെ ഒക്കെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചൈനീസ് അങ്ങനത്തെ കുറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു, അത് സക്സസ് ആവുന്നു, അതേസമയം നമ്മുടെ ഫേസും ഫെമിലിയർ ആവണം, ഒരു ഫെയിം കിട്ടണമെന്നും കൂടെ ആലോചിക്കുമല്ലോ. അതപ്പോ ആ ഒരു തോട്ട് എങ്ങനെയാ വന്നത് ശരിക്കും? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഫേസിലൂടെ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം, ഇതാണ് ധൈര്യം എന്ന് പറയുമ്പോഴും എങ്ങനെ ഈ ഫേസ് ഫെമിലിയർ ആവണമെന്നാണോ, നമ്മൾ പറയുന്ന കാര്യം ഫേമസ് ആവണമെന്നാണോ? പറഞ്ഞില്ലെങ്കിൽ ഇന്ന വ്യക്തി പറഞ്ഞോ, ഇന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് ആരാ, ഇന്ന വ്യക്തിയുടെ അച്ഛനാരാ, മോനാരാ, ഇതൊക്കെ അറിയുമല്ലോ. ഇതൊന്നും അറിയണ്ടല്ലോ. ഇത് ഒരു രീതിയിൽ കേൾക്കുന്നവർക്ക് അവരോട് അവരെന്നെ സംസാരിക്കുന്ന ഒരു ഫീൽ കിട്ടും, മനസ്സിലായി? ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കണ്ണാടി നോക്കി ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് മങ്കീസ്. അപ്പോ ആ ഫേസ് വരുമ്പോ ഇപ്പോ നമ്മളെ അറിയുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പാട്ട് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഫേസിലെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കുറെ കാര്യങ്ങൾ ആലോചിക്കുക. പക്ഷെ മാസ്ക് ആകുമ്പോൾ ഇത് അവരുടെ പാട്ടായിട്ട് ഫീൽ ആവും, ലൈക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വോയിസ് ആയിട്ട് പറയാനുള്ളതാണ്. സോ അതായിരുന്നു. അല്ലെങ്കിൽ ഈ മൂന്നുപേരുടെയും അവരുടെ പേഴ്സണൽ കഥയാവും. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് നിങ്ങളുടെയും നമ്മുടെ കഥ. ഇപ്പൊ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ പാട്ടിലൂടെ പറയുന്നത്, അത് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ അവരുടെ ആ ലൈഫിലൂടെ പോകുന്നോണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ ഇനിയും പറയണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കുറെ കമന്റ്സ് വരും. എന്നാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത് ഇനി പറയണമെന്നുണ്ട്, എന്നാൽ ഇത് പറയണ്ടെന്ന് വെച്ച ടോപ്പിക്സ് ഉണ്ടോ ശരിക്കും? ഇല്ല, എല്ലാം പറയുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലേ അതിനാണ് ഈ ചോദ്യം. മാസ്ക് എന്താ പറഞ്ഞ വെച്ചാൽ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളവരും വെട്ടി തുറന്ന് പറയാം. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇതില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പേഴ്സണൽ അറ്റാക്കോ, ഇതൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ലൈഫിൽ. ഇവിടെ ഇരിക്കുന്നോണ്ട് ശമ്പളം ഇപ്പൊ ചെയ്യുന്നതിന് കടൽ കടന്നൊരായിരം കടം വാങ്ങി 10,000. അത് ബേസിക്കലി ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാരും UK, ദുബായ്, ജർമ്മനി എന്ന് പറഞ്ഞ പൈസ കടം വാങ്ങി അവിടെ പോയി അവിടെ പണിയെടുത്ത് കടം തീർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ സാധനം ആ ലൂപ്പൊക്കെ എല്ലാവർക്കും. അപ്പൊ അതിന്റെ അർത്ഥം നാട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ഇവിടുന്ന് പോവാൻ തോന്നുന്നത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് വേറൊരു പാട്ട് വരാൻ പോകുന്നുണ്ട്, അത് ഞാൻ ആ പേര് കട്ടിയാൻ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. പക്ഷെ പേര് അത് ഇതേപോലെ തന്നെ ഈ പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതാക്കിയിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല. ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ കീറി വലിച്ച് ഒട്ടിക്കും. അത് പക്ഷെ അത് പറയാനുള്ള സ്റ്റേറ്റ് ഞങ്ങൾക്ക് പറയാനുള്ള പൊളിറ്റിക്സ് അതാ ഞങ്ങളുടെ കഴുത്തിന് മേലെ തല വേണ്ടേ സന്തോഷിക്കാൻ എന്നാണ് അതിന്റെ ഒരു ലൈൻ. അപ്പോ ലൈക്ക് ഇത്രയൊക്കെ പണിയെടുത്തിട്ട് അവസാനം നമുക്ക് എനർജിയും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെങ്ത് വേണ്ടേ ഈ പൈസ ചെലവാക്കി എൻജോയ് ചെയ്യാൻ. ഈ പണിയെടുത്തിട്ടാണ് ഈ പ്രവാസികളുടെ ജീവിതം. അപ്പോ അതിന്റെ ഒരു ഇമോഷണൽ സൈഡാണ് എനിക്ക് തോന്നുന്നത്. തകരയൊക്കെ അവര് ചെയ്തിട്ടുണ്ട് ഒരു പ്രവാസി എന്ന് പറഞ്ഞ പാട്ട്, ഭയങ്കര അടിപൊളി പാട്ടാണ്. അത് ഭയങ്കര ഇമോഷണലാണ്. ഇതതിന്റെ ഇപ്പുറത്ത് നമ്മളെ ഈ പോയ ആൾക്കാരെ കളിയാക്കുന്ന പോലെ അവരെ കുറിച്ച് അവർ ഇമോഷൻസ് ഒരു സർക്കാസ്റ്റിക് രീതിയിൽ അതേ ഇമോഷൻ പറയണം. അപ്പോൾ കുറച്ച് ദിർറം വേണ്ടേ. അപ്പോൾ ഇതൊക്കെ അവർക്ക് കണക്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഈ ഒരേ പുള്ളിയുടെ വർക്ക് ചെയ്തതിൽ DOP പ്രവീൺ, അവനാണ് അതിൻ്റെ DOP. അപ്പോൾ പ്രവീൺ ബേസിക്കലി ഇവിടെ ഇല്ല, അവൻ ദുബായിലാണ്, അവൻ ഷൂട്ടിന് വേണ്ടി വന്നത്. അപ്പം അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പലരും
അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർ വരുമ്പോൾ അവർ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേ മീംസ് കാണുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ പുറത്ത് നാട്ടിൽ പോയി പണിയെടുത്തിട്ടുള്ളൊരു അവസ്ഥയൊക്കെ. അപ്പം ഇതിനെ എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മീമുകളിലെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പാട്ടുവൽക്കരിക്കുന്നു. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വരുന്ന ഒരു ആൺകുട്ടി. അപ്പം ഇപ്പൊ എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ അവർക്ക് ഈ പറഞ്ഞ മടി ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് ജോലി പോകാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളെ മൂന്നുപേരെ കാണുമ്പോൾ അവർക്കത് ഭയങ്കര പ്രചോദനമാവും. കാരണം നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങൾ മറ്റു ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് സക്സസ് ആയിട്ടുള്ള 3 പേരാണ്. സോ എങ്ങനെ അതിനെ കാണുന്നത് എങ്ങനെയാ ശരിക്കും? കാരണം ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾ 3 പേരിൽ ഉണ്ടാവും. അപ്പോൾ ഒരു ആരുടെയെങ്കിലും ഒരു ഐഡിയയിലായിരിക്കും ചിലപ്പോൾ മലയാളി മങ്കീസ് വന്നിട്ടുണ്ടാവുക. ഇന്നത് പോപ്പുലർ ആവുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നു. സോ ഇപ്പോഴും ഈ ലൈഫിൽ സക്സസ് ആണോ, ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും. സോ നിങ്ങളുടെ ഈ സക്സസ് എങ്ങനെയാ അവർക്ക് ഒരു മെസ്സേജ് പോലെ പറയാൻ പറ്റുവാണെങ്കിൽ? ഇഷ്ടപ്പെട്ട കാര്യം ട്രൈ ചെയ്യുക. ഭയങ്കര റെസിസ്റ്റൻസും ചവിട്ടും അതൊക്കെ കിട്ടും, പക്ഷെ ചെയ്യുക, അങ്ങനെ നീങ്ങുക. വെളിച്ചം കിട്ടാൻ തന്നെ കുറച്ചാളോടിയും. അപ്പൊ വെളിച്ചില്ലാന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കരുത്, അവിടെ തന്നെ ആയിരിക്കും വെളിച്ചം, അങ്ങനെ നേരെ നടക്കുക. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിൽ തോന്നണം ചുമ്മാ ചെയ്യുക, എക്സ്പെക്ട് ചെയ്യാതെ അങ്ങോട്ട് ചെയ്യുക. ചിലപ്പോ ഇങ്ങനെ പറയും, അച്ഛനെന്ന് വാഴ വെക്കത്ത് കഷ്ടമായി തോന്നി നഷ്ടം. ഈ അത് എഴുതാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ വീട്ടുകാരുടെ ഇന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നൊക്കെ അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടല്ലോ. ഇതൊക്കെ വേണോ, വല്ല പണിക്ക് പോ, വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ, വല്ല പണിക്ക് പോക്കൂടെ, ഈ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലയണ, വേറെ ജോലി ആയിക്കോട്ടെ. അപ്പൊ നമുക്കിതറിയാം. അപ്പൊ ഇത് ഇവരുടെ മനസ്സിനൊരു കഷ്ടപ്പാടാ പറയുന്നത്, ഇവരുടെ എന്നുള്ളൊരു കഷ്ടപ്പാടാണ്. അപ്പൊ അതാണ് അച്ഛനെന്ന് വാഴ വെക്കാത്തത് നഷ്ടമായി തോന്നി കഷ്ടമായി പോയി എന്ന് പറയണത്. നമ്മുടെ നാട്ടിലുള്ളതല്ല, നിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് തന്നെ. അത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന, അവർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം പോരാ എന്ന് തോന്നുമ്പോൾ അടിക്കുന്ന ഡയലോഗാണ്, വാഴ വെച്ചാൽ മതി, അതിനകത്ത് നാട്ടിന് അതെങ്കിലും ഒരു ഗുണമുണ്ടായി. അപ്പൊ ഇതൊക്കെ ബേസിക്കലി ഇതൊക്കെ കേട്ട് വളർന്നൊരു ആൾക്കാരാണ് ഞങ്ങളും. അപ്പൊ അതന്നെ ആ എക്സ്പീരിയൻസിനെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇപ്പോൾ സരിഗമ ശരിക്കും പാടാൻ അറിയില്ല, കാരണം നമ്മളൊക്കെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഇപ്പോഴും മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ മറ്റേ പ്യുവർ പ്രോപ്പർ സിംഗേഴ്സ് അല്ല, ഞങ്ങൾ 3 പേര് പാട്ട് പഠിച്ച് ഇതിലേക്ക് വന്നവരല്ല. അപ്പോൾ ഇഷ്ടം കൊണ്ട് വന്നവരാണ്. പക്ഷെ പാടിയത് നമ്മൾ ചുമ്മാ വായ്പാട്ട് പാടിയത് അതൊന്ന് വർക്കായി. അപ്പോൾ ഓക്കെ, ഇത്രയും പേർക്ക് ഈ പാട്ട് കേൾക്കാന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ വോയിസ് ആൾക്കാർ കേട്ടിരുന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ലൈൻസിൽ എല്ലാ ലൈഫുണ്ട്, ആ ഫുൾ ലൈഫാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മൊത്തം ആ പാട്ടിൽ. ഇപ്പോൾ ചങ്കിൻ്റെ ചങ്കെടുത്ത് ചന്തേ വിക്കല്ലേ മച്ചാനെ, നൻപനെ നമ്പിയാൽ നിന്നെ അമ്പിളിയിലാക്കും മച്ചാൻ. അപ്പോൾ നമ്മൾ കൂട്ടുകാരനെ ഇപ്പോൾ നൻപൻ എന്ന് പറഞ്ഞിങ്ങനെ കൂടെ നമ്മൾ നടന്നിട്ട് അവസാനം ഒരു സമയത്ത് ഇവൻ നമ്മളെ ഏറെ കയറ്റും. ഇവനോട് കാര്യമായിട്ട് നമ്മളൊരു സ്വകാര്യം പറയണ്ടാവും, ആരോടും പറയല്ലേ മച്ചാന്ന് പറഞ്ഞിട്ട് ഇവനിത് എല്ലാ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയും, എയറിലാക്കും നമ്മളെ. അപ്പോൾ അത് ആ അർത്ഥത്തിലുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഭയങ്കര വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ എവിടെ വേണമെങ്കിലും എത്തിക്കും, ലൈക്ക് അമ്പിളിയിൽ എത്തിക്കും മച്ചാൻ. അപ്പം അങ്ങനെ രണ്ടർത്ഥമൊക്കെ വെച്ചിട്ട് മലയാളി മങ്കീസിന് തുടങ്ങിയ സമയത്തെ ഇന്ന് നമ്മൾ സക്സസ് ആയിട്ട് നിൽക്കുന്നു. ഇനി എന്ത് പാട്ടിൽ നമ്മൾ പ്രേക്ഷകർ അത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. തുടക്ക സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ തുടക്ക സമയത്ത് ഫേസ് ചെയ്ത ചലഞ്ചസ് എന്താ മെയിനായിട്ട്? ഞങ്ങൾ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇല്ല, ഞങ്ങൾക്ക് ഇത് എവിടെ എത്തിക്കണം എന്നുണ്ടായിരുന്നില്ല. ഈ മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ല, നമ്മൾ എന്ത് ആഗ്രഹിക്കണോ നമുക്ക് കിട്ടും. അത് ഞങ്ങൾക്കിത് കിട്ടിയതാ, ഞങ്ങൾക്ക് തന്നതാണ് ശരിക്കും. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ സത്യം പറഞ്ഞു നമ്മള് ചുമ്മാ ഒരു പാട്ടുണ്ടാക്കി ഇറക്കി, നമ്മളത് അതിന്റെ ഇമോഷൻ, അത് ജെന്യൂൻ ആയിട്ട് ഞങ്ങൾക്ക് വരുന്ന പാട്ട് അതാ ഞങ്ങൾ മാക്സിമം കീപ്പ് ചെയ്യുന്നത് ജെന്യൂൻ ആയിട്ടാണ്. അത് ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. ബേസിക്കലി ആ ജെന്യൂനിറ്റിയാണ്, അതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തുന്നതും അവര് നമ്മളെ വെറുക്കുന്നതെല്ലാം നമ്മുടെ ജെന്യൂനിറ്റി തന്നെയാണ്. അത് ചിലവർ കണക്ട് ആവും, ചിലവർ കണക്ട് ആവില്ല, അത് അത്രേ ഉള്ളൂ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഇത് ഹിറ്റ് ആവണം ആളുകൾ, അങ്ങനെ ഒന്നും ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അല്ല, എന്താ ഈ പ്ലാൻ വരുമ്പോ നമുക്ക് വരികളിൽ പണിയെടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് വേറെ കാര്യം, ആ പ്ലാൻ വർക്കാവാതാവുമ്പോ നമ്മളൊന്ന് ഇതാവും, ലൈക് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പൊ ഞങ്ങൾ പ്ലാൻ വെക്കാറില്ല. അത് ഏതൊരു പാട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ പ്ലാൻ എല്ലാം പലതും ഇപ്പൊ പ്രാന്തായി ട്രിപ്പായി അത് കഴിയുമ്പോ നമ്മൾ ഒരു ഭാഗത്ത് കുറച്ച് കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്ത്, എടാ എന്തിനാ നമ്മൾ ട്രിപ്പാണ്, നമുക്ക് പാട്ടുണ്ടാക്കാം. അല്ല, ഞങ്ങളും എല്ലാവരും ഇതിപ്പം ഈ മാസ്ക് ഊരിക്കുന്ന സാധാ ജനങ്ങളുടെ സാധാ ആൾക്കാരെക്കാളും സാധാ ആൾക്കാരാണ് ഞങ്ങള്.
ഞങ്ങൾ അന്ന് അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കും ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രചോദനവും. ഈ ഡ്രൈവിംഗ് ഫോഴ്സ് ഇപ്പോഴും ഈ സ്റ്റിൽ ഈ ഡ്രൈവ് ചെയ്യുന്നത് ഫുൾ അന്ന് പോയ ഹസിൽ തന്നെയാണ്. അല്ലാണ്ട് ഇന്നിപ്പോ കിട്ടുന്ന സാധനം വെച്ചിട്ട് അറിയില്ല. ഇന്നിപ്പോ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഔട്ട്കം ഉണ്ടാവുക. ഇപ്പോഴും ഞങ്ങളുടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലോ ഓഫ് അട്രാക്ഷനും അതൊക്കെ ഉള്ളതാണ്. എന്തൊക്കെയോ നമുക്ക് തിരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഊമ്പൽ കഞ്ഞി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒന്നും അതിനെ ഒരു ബാൻഡാക്കുക അല്ലെങ്കിൽ ഇതൊരു ബ്രാൻഡായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. റാൻഡംലി ആണ്. പിന്നെ ഒരു ദിവസം നമുക്ക് വേറൊരു ഐഡിയ തോന്നി, അന്ന് ആ പാട്ട് കൂടെ ഇറക്കിയേക്കാന്ന് പറഞ്ഞിട്ട് അല്ലെ എന്തുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാക്ക് കോവിഡ് ടൈമിലല്ല, അത് കഴിഞ്ഞിട്ട് മറ്റേ സെക്കൻഡ് വേവ് എന്തോ വന്നപ്പോ നമ്മള് മറ്റേ ചുമ്മാ ഒരു പാട്ട് ഇറക്കി. കുറെ ഗ്യാപ്പൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കുറെ വള്ളികൾ പിടിക്കുന്നു, ഭയങ്കര വിഷമം. അപ്പൊ ആ വിഷമമായിട്ട് തന്നെ ഒരു ട്രാക്ക് വീണ്ടും ഇറക്കി. അതിന്റെ ഇടയിൽ നമ്മൾ പേജൊക്കെ തുടങ്ങി. അപ്പൊ ആദ്യം വേറെ പേജ് നമുക്ക് ഇൻസ്റ്റാഗ്രാമില്. ആ സമയത്ത് നമ്മളെ ഫോളോ ചെയ്യണ മൊത്തം മറ്റേ കൾട്ട് മറ്റേ ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസേഴ്സ്, അടിപൊളി ഒരു നീഷ് ഞങ്ങളുടെ ഓഡിയൻസ് നീഷ് കേട്ടോ. ഞങ്ങളുടെ ഓഡിയൻസ് ഭയങ്കര, ഒരിക്കലും ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നില്ല ഞങ്ങളൊരു കൊമേഴ്ഷ്യൽ ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങളൊരു മാസ് ഓഡിയൻസിനുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഒരിക്കലും എവിടെയും ഡിമാൻഡും ചെയ്യുന്നില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഓൾവേസ് ഓപ്പൺ ആണ് വർക്ക് ചെയ്യാനാണെങ്കിലും. ഒരാളുടെ ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഒരു റാൻഡം ദിവസമാണ് പെട്ടെന്ന് സുഷിൻചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാന്ന് പറയണം. അപ്പൊ നമ്മളപ്പോ വണ്ടറടിക്കണത് നമ്മൾ ചെയ്ത സാധനം എങ്ങനെ വർക്കാവും. ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് നമ്മളെ വിളിക്കുകയാണ് ഒരു പാട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ലൈക്ക് മൊത്തത്തിൽ എല്ലാ മൊമെന്റ്സാണ്. മങ്കീസ് സംഭവിക്കുന്നതൊക്കെ കംപ്ലീറ്റ് നമുക്ക് മൊമെന്റ്സ് ആണ്. കാരണം സുഷിൻചേട്ടനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. വിനായക് ശശികുമാർ, ലൈക്ക് ഞങ്ങളൊക്കെ ബിഗ് ഫാൻസ് ആണ് പുള്ളിയുടെ ലിറിക് റൈറ്റിങ്ങും. അപ്പോൾ വിനായക് ശശികുമാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മരണമാസം എന്ന് പറയുന്ന പടത്തില് JK, ബേസിൽ ജോസഫിന്റെ പടം. അപ്പോൾ അതിന്റെ ക്രൂവും എല്ലാവരായിട്ടും ഭയങ്കര കണക്റ്റഡ് ആയി. അപ്പോൾ അതിലെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ആഭ്യന്തര കുറ്റം അതിൽ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. സൂരജ് സന്തോഷിന്റെ കൂടെയുള്ള ട്രാക്ക്. അപ്പോൾ സായി അഭ്യങ്കർ, അത് പറഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ ഏതൊരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ ഇവന്റെ പാട്ട് കൊള്ളാം അല്ലെങ്കിൽ ഇവരുടെ പാട്ട് കൊള്ളാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഏതോ രീതിയിൽ അത് യൂണിവേഴ്സ് കണക്ട് ചെയ്യും. ഞങ്ങളെ തന്നെ വിളിക്കുന്നത് പാരൽ പച്ച എന്നാണ്. നമ്മൾ ഈ വഴിക്ക് എന്തൊക്കെയോ പണിയെടുക്കുന്നു, പക്ഷെ പച്ച പിടിക്കുന്നു ഈ വഴിക്ക് വേറെ ഏതൊരു പാരൽ. ഞങ്ങൾ ശരിക്കും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ട്രാക്കുകൾ തന്നെ എടുത്താൽ തന്നെ ഇപ്പൊ ഇവിടെയുള്ള ആർട്ടിസ്റ്റിന്റെ ട്രാക്ക് ഞങ്ങൾ ട്രാക്ക് എടുത്താൽ തന്നെ വേറൊരു കൈൻഡ് ഓഫ് എഴുത്തും വേറൊരു കൈൻഡ് ഓഫ് സാധനമാണ്. ഞങ്ങളൊന്നും ഇതുവരെ ചേസിങ് പരിപാടി അധികം നടന്നിട്ടില്ല. ഞങ്ങളൊന്നും അതിലേക്ക് പോവാ എന്നുള്ള സാധനം തോന്നിയിട്ടില്ല. അത് കുറച്ചുകൂടി സമാധാനം തരുന്നു തോന്നുന്നുണ്ടല്ലേ. ഞങ്ങളുടെ പാട്ടുകൾ ശരിക്കും ഞങ്ങൾക്ക് തീസാൻ വേണ്ടിട്ടാ. ഞങ്ങൾ പാട്ടിറക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഫേസ് ആരാധകർക്ക് നിങ്ങളുടെ ഫേസ് ഈ 3 പേര് ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാവില്ലേ? അപ്പൊ അവർ കമന്റ്സിലൂടെ നേരിട്ട് കാണുമ്പോഴും ഈ മുഖം ഒന്ന് കാണണമെന്ന് പറയാറുണ്ടോ? ഞങ്ങൾ ദുബായിലൊരു ഇതിനു വേണ്ടി പോയിണ്ടായിരുന്നു, ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. അവിടെ പോയപ്പോ അവിടുത്തെ ഒരു ആഫ്റ്റർ പാർട്ടി പരിപാടിയായിരുന്നു. ആഫ്റ്റർ പാർട്ടി പരിപാടിക്ക് ഇങ്ങനെ പോയി. അപ്പോ അവിടെ നിന്ന് ഒരു ക്ലബിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിൽ ചെയ്യുന്ന സമയത്ത് ഒരു ടീം വന്നിട്ട് അവർക്ക് ഈ മാസ്ക് ഊരിയേ പറ്റൂ. അവര് ഹൈ ആയിരുന്നു. ഞങ്ങളിപ്പോ പ്രൊമോഷൻ ആകുമ്പോ ഒബ്വിയസ്ലി ഞങ്ങൾ ഫേസ് ഒന്നും കാട്ടാറില്ല, ക്യാമറ ഉണ്ടാവും. അപ്പൊ ഞങ്ങള് മാസ്ക് ഇട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര അതെങ്ങനെ ഹാൻഡിൽ ഞങ്ങൾക്കറിയില്ല. കാരണം ആദ്യം ഇവര് ഊര് ചോദിച്ചു. അപ്പൊ ഇല്ല പിന്നെ അവർക്ക് ഭയങ്കര പിണക്കായി. പിന്നെ അവര് ചൂടാ അവര് പിന്നെ എന്തിനെത്ര ചാടാ അങ്ങനെ. അപ്പൊ അത് ഇങ്ങനെ 2 സൈഡ് ഉണ്ട് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഫേസ് അറിയില്ല, അപ്പൊ പബ്ലിക്കലി നിങ്ങൾ കൂളായിട്ട് നടക്കുന്നുണ്ടാവും, നിങ്ങളുടെ പാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ കേൾക്കുകയോ സംസാരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ? ചായക്കടയിലൊക്കെ ഇരിക്കുന്ന സമയം നല്ല രസമാണ്. എനിക്കിപ്പോഴും മറ്റേ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളൊരു ചായക്കട ബോയ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചായക്കട ഒരു ടീമിന് നമ്മൾ പോയി അവിടെ പോയിട്ടാണ് നമ്മുടെ ഐഡിയാസ് എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ആ ചായക്കടയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് സൈഡിലിരുന്ന് ഈ പാട്ടിങ്ങനെ പാടുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേബിൾ ഞങ്ങൾ ചായ കുടിച്ചിരിക്കണം. അപ്പുറത്തിരുന്നിട്ട് എന്റെയും ജീവിതം മുമ്പിലും കഞ്ഞിയും. അപ്പൊ ഇതിങ്ങനെ പാടി നടക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ
ഭയങ്കര ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വാവ് കൊള്ളാം. അത് ബ്ലിസ്ഫുൾ മൊമെന്റ്, ബ്ലിസ് ആണത്. കാരണം വെച്ചാൽ നമ്മളെ അറിയില്ല, നമ്മളെ ചുറ്റുപാട് ഈ സാധനങ്ങൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കളെ മാപ്പ് അതേപോലെ തന്നെയായിരുന്നു. മാതാപിതാക്കളെ മാപ്പ് നടക്കുന്ന സമയത്തും അത് ചുറ്റുന്ന് പാടുന്നുണ്ടോ, നമുക്ക് നമ്മൾ അതിന്റെ അടുത്തിരിക്കുന്നുണ്ടോ, ആസ്വദിക്കാൻ പറ്റും. താഴ്വാരം ഇവിടെ കൊച്ചിയിൽ കുറെ സ്ട്രീറ്റ് ബസ്കിംഗ് ഗ്യാങ്ങുകളുണ്ട്, അവർക്ക് ഷൗട്ട് ഔട്ട്. അപ്പൊ അവര് എല്ലായിടത്തും പോയി ഇങ്ങനെ കഫേയിലേക്ക് ഇരുന്നിട്ട് വലിയൊരു സംഘടന ഉണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. ഇവരെപ്പോ പോയാലും എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ 2 ദിവസം പോയി. 2 ദിവസം ഈ മുമ്പിലഞ്ഞു പാടും. 2ാം ദിവസം ഞങ്ങൾ പോയിരുന്നു, ആരോ ഇൻഡിവിജ്വൽ എക്സ്പെൻസ് ആണ്. അപ്പൊ എനിക്ക് ഞാൻ അവിടെ പോയിരുന്നു, അടുക്ക് പോയിരുന്നു. നമുക്ക് പാട്ട് മൊത്തം അറിയാലോ. അപ്പൊ പാട്ട് മൊത്തം അറിയാവുന്നതുകൊണ്ട് നമ്മുടെ റൂട്ടിൽ പാടി പോകുന്നത് എല്ലാവരും നോക്കി ഇതെന്ത് ഇങ്ങനെ എല്ലാരും അവരുടെ മൂഡിൽ വേറെ ഒരു ഈ നമ്മൾ പാടുമ്പോ അളിയ 500 എടുക്കാനുണ്ടാ ആ സാധനം അവര് അളിയ 500 എടുക്കാനുണ്ടോ അങ്ങനെ എല്ലാ ജാമിങ് ഇങ്ങനത്തെ പരിപാടികളില് കള്ളുടി സഭകളില് ഇതൊക്കെ ഭയങ്കര റാൻഡമായിട്ട് ഇപ്പൊ പറയാനും പറ്റില്ല നമ്മളാണെന്ന്. പക്ഷെ എന്റെ കൂടെ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടുന്നത് അതിന് കിട്ടുന്ന ഒരു ലഹരി ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. അൺനോൺ ആയിട്ട് ഇരിക്കുന്ന ഒരു രീതിയിൽ ഭയങ്കര രസമാണ്. കാരണം നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആ പേഴ്സണൽ ലൈഫാണ് കേട്ടോ ഞങ്ങൾക്ക് എഴുതാനും മോട്ടിവേഷൻ. ഞങ്ങൾക്കിപ്പോ എവിടെ വേണമെങ്കിലും അതാ പറയാം, ഞങ്ങൾക്ക് ഇത് ചായക്കടയിലും പോവാം, എവിടെ വേണമെങ്കിലും ചായ കുടിക്കാം, ആരുടെ സംസാരിക്കാം, നമ്മൾ അറിയുന്ന ആൾക്കാരില്ല, നമുക്ക് കുറ്റം പറയാം നമ്മളെ പറ്റിയ ഈ മലയാളി മങ്കീസ് തെണ്ടികൾ അവന്മാരെ പാട്ട് ഞങ്ങൾക്ക് തന്നെ പറയാം ഏത് സഭയിൽ വേണമെങ്കിലും പോയിട്ട്. ഇപ്പം നിങ്ങൾ എഴുതിയ പാട്ടുകൾ പലർക്കും കണക്ട് ആവുമെന്ന് പറയാറുണ്ട്. അപ്പം ഇപ്പം കണക്ട് ആയിട്ട് ഒരു മെസ്സേജസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രോഗ്രാമില് അവർ വന്ന് നിങ്ങളുടെ സംസാരിച്ച മൊമെന്റ്സ് ഉണ്ടോ? നമ്മളൊരിക്കൽ മറ്റേ ഇവിടെ പോയപ്പോ ഓർമ്മയുണ്ടോ, ഫോട്ടോ വെച്ചിൽ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി പോയ സമയത്ത് ഒരു ദുബായ് ടീം, അവരവിടെ എന്തോ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ബിഗ് ടീമാ. പുള്ളിക്കാരൻ രാത്രി വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് ഈ പാട്ടെന്തോ അവരെന്തോ റാൻഡംലി ഇതിനെക്കുറിച്ച് പാടി. ഈ പാട്ടിങ്ങനെ ചുമ്മാ പാടി. ഇത് പാടി കഴിഞ്ഞപ്പോൾ ഇവന്മാര് എന്താ പറയുക, നമ്മളിങ്ങനെ സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ബ്രോ ഇത് നമ്മളൊക്കെ ചെയ്ത പാട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവര് മാറി എക്സ്പ്രഷൻ. ഇവര് കെട്ടിപ്പിടിച്ച് ബ്രോ നമ്മുടെ പ്രവാസി ഗ്രൂപ്പില് ദുബായിലേക്ക് അവരൊക്കെ ഒരു 40+ ആയവരാ. അപ്പോൾ ആ സമയത്ത് അവരൊരു മീൻസ് ആ ഒരു ഏജില് ഇവരിത് എൻജോയ് ചെയ്തു. ഇവരെ ഗ്യാങ് മൊത്തം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇവരെ ഗ്രൂപ്പുകളിൽ മറ്റേ ഇതിന്റെ ഓഡിയോ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ അളിയ 500 എടുക്കാണ്ടോ മാത്രമൊക്കെ ഓഡിയോന്റെ അളിയ 500 എടുക്കാനുണ്ട് കട്ടായി ഇതാണ് നോട്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോ നമുക്ക് കൊള്ളാലോ, ഫ്രീ ഫുഡ് ഫ്രീ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി തന്നു. ശരിക്കും ഈ കാശാണോ നല്ലത്? ഐ മീൻ കാശാണോ വേണ്ടത് സമാധാനം കിട്ടാൻ? ഇപ്പൊ കുറെ പേര് പണം വേണം. ബാലൻസിങ് ആണ്. മഴയും വെയിലും മഴക്കാലം സമാധാനം പോവും, കാശ് ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവണമെന്നില്ല. സോ ഇത് ബാലൻസിങ് ആണ്. പൈസ വേണം. ഞങ്ങളിപ്പം പാട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ താത്ത ചായക്കടയിൽ പോയിട്ട് 2 പാട്ട് പാടി കൊടുത്ത് എനിക്ക് ജ്യൂസ് തരില്ലല്ലോ, കാശ് വയ്ക്കില്ലേ? കാശ് വയ്ക്കുന്നവരെ കാശ് വയ്ക്കും. കാശ് വേണം, കാശ് എന്തായാലും വേണം. അതാ ഞാൻ പറഞ്ഞു, ഈ നാട്ടില് കുറെ കാര്യങ്ങളുണ്ട്. അത് കൊറേ എന്താ പറയാ, ഞങ്ങൾ ഓരോ പാട്ടിലായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ ലൈഫിൽ ഏറ്റവും പഠിച്ചൊരു കാര്യം എന്താ? ബി ഹംബിൾ, ഗ്രേറ്റ്ഫുൾ. അതാണ് പഠിച്ചത്. ഹംബിൾ ആയിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ബാക്കിയുള്ള അതിന്റെ പാട്ടി നടന്നോളൂ. ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുക, അതിന് റിസൾട്ട്സ് വരും. അതാ ലൈഫിൽ നിന്ന് പഠിച്ചത്. എല്ലാരും കുത്തും. ലൈഫിൽ കുറെ ലെസൺ ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ച് നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്ത് ലൈവായിട്ട് ജീവിച്ചു പോവുക. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ പഠിച്ച എല്ലാവരും നമ്മളെ കുറിച്ചൊരു സ്വപ്നം കാണും. അവർ ആ സ്വപ്നത്തിലേക്ക് എത്താനായിരിക്കും അവരാഗ്രഹിക്കുക. ഇപ്പൊ ഞാനിപ്പോ ഇവനെ കുറിച്ച് സ്വപ്നം കാണും, ഞാൻ ഇവനെ കുറിച്ച് അത് അങ്ങനെ ചെയ്യും. അതിലൊന്നും വീഴാതിരിക്കുക. നമ്മൾ കാണുന്ന സ്വപ്നം എന്താണോ അതിലേക്ക് പോവുക. അതിൽ ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ ഒരിക്കലും എന്താ പറയാ, റിസൾട്ട്സിന് വേണ്ടിയിട്ട് നിൽക്കരുത്. ട്രൈ ആണ് കാര്യം. പ്രോസസിംഗ് ആണ് കാര്യം. എക്സ്പീരിയൻസ് ആണ് മെയിൻ. ലൈക്ക് റിസൾട്ടിനെക്കാട്ടിലും ആ പോകുന്ന എക്സ്പീരിയൻസ്, ആ ജീവിക്കുന്ന എക്സ്പീരിയൻസിൽ. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഇപ്പൊ ഈ ഡ്രീമിന്റെ കേസ് പറഞ്ഞപ്പോഴാണ്, നമ്മളൊരു ഡ്രീം വെച്ചിട്ട് അതിലേക്ക് വർക്ക് ചെയ്ത് മേ ബി ആ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ദിസ് ഇസ് നോട്ട് വാട്ട് ഐ റിയലി വാണ്ടഡ് എന്ന്. അപ്പോൾ പക്ഷെ ആ ജേണി നമുക്ക് എന്നും ഒരു ഗിഫ്റ്റ് ആയിരിക്കും. ലൈക്ക് ആ ഡ്രീമിലേക്ക് എത്തിയ ജേണി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. സോ ജേണിനെ എംബ്രേസ് ചെയ്ത് ഗ്രേറ്റ്ഫുൾ ഭയങ്കര എന്ത് നഷ്ടപ്പെട്ടാലും കിട്ടിയാലും
ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. പാർട്ട് ഓഫ് ദ ലൈഫ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് പാട്ടുകൾ ഇറക്കിയില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴത് ഓർക്കുമ്പം എല്ലാ ഫേവറേറ്റ് ആയി നിങ്ങളുടെ കുട്ടികളാണെന്ന് പറയും, പക്ഷെ ഏറ്റവും ഓർക്കുമ്പോൾ മെമ്മറി ഉള്ള ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാത്തിലും ഭയങ്കര മെമ്മറീസ് ആണ്. ഓരോ പാട്ടിനും ഓരോ മെമ്മറിയാണ്. ലൈക്ക് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഊമ്പലും കഞ്ഞിയും മാതാപിതാക്കളിലാണെങ്കിലും നമുക്കിതിൽ എല്ലാ പാട്ടുകളും ഫേവറേറ്റ്സ് ആണ്. ലൈക്ക് ചെയ്ത എല്ലാ പാട്ടും കോർ ഉള്ള എല്ലാ പാട്ടിലും ഓരോ ഓർമ്മയുണ്ട്. എല്ലാ പാട്ടുകൾക്കും ഓർമ്മയുണ്ട്. ചെയ്ത എല്ലാ പാട്ടുകളും ഒരു നല്ല ഡ്രീമും അതാ പറഞ്ഞത്. അതിന്റെ പ്രോസസ് ഭയങ്കര രസം. എല്ലാം നല്ല പ്രോസസ്. അതാ പ്രശ്നം. അത് ഒരു പാട്ട് ചെയ്യുമ്പോൾ ഇതാണ് അടിപൊളി, ഇതിനോട് ഇഷ്ടം കൂടും, അടുത്ത പാട്ട് പാടാനോട് ഇഷ്ടം കൂടും, എല്ലാത്തിനും ഇഷ്ടത്തോടെയാണ് ചെയ്യണം. ഇപ്പൊ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ പാട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില വാക്കുകൾ വരുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ആളുകൾ ചിന്തിക്കും. ഞങ്ങൾക്ക് പൊളിറ്റിക്കലി കറക്റ്റ് നമ്മുടെ ഇതിലില്ല. ഞങ്ങൾ പൊളിറ്റിക്കലി സർക്കാസ്റ്റിക് ആണ്. ഒരു കുരങ്ങിനോടോ പട്ടിയോടോ പോയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അവന് മനസ്സിലാവും, അതുപോലെ ഇരിക്കും. ശരിക്കും ഈ ഒരു ഐഡിയ ആരാ? ഐ മീൻ ഈ ഒരു ഫേസിൽ ഇങ്ങനെ ഒരു മാസ്ക്, അല്ലെങ്കിൽ ഈ പേര്, അല്ലെങ്കിൽ ഈ ഒരു മലയാളി മങ്കീസ് ഒരു ടീം ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് ചെയ്യാന്നൊക്കെ ആരായി? 3 പേരിലായിരുന്നു ട്രാക്ക് അതാ പറഞ്ഞത്. ഇതിങ്ങനെ നമ്മള് പ്ലാൻ ചെയ്ത് നാളെ നമ്മൾ ഇങ്ങനെ ഇതല്ലത്. ഒരാള് മലയാളി മങ്ക എന്ന് പറഞ്ഞ പടത്താൽ അത് മലയാളി മങ്കി നോക്കിയാലോ, അങ്ങനെ പോകും. പാട്ടാണ് ആദ്യം ഉണ്ടായത്, അല്ലാതെ ബാൻഡ് പേര് അങ്ങനെ ഒന്നുമില്ല. പാട്ട് പോകെ നമുക്ക് ആദ്യം അയ്യോ മുഴഞ്ഞ് ഹിറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിർച്ചിയിലും കണ്ടൊരു ആദ്യൊരു ഇന്റർവ്യൂ കിട്ടി. അപ്പോഴാണ് ആദ്യം നമ്മൾ മാസ്ക് ചിന്തിക്കണേ. വഴിയിൽ നിന്നൊരു മാസ്ക് മേടിച്ചു, മറ്റേ ഈ കറുപ്പ് കളർ മാസ്ക് നമ്മുടെ ആദ്യത്തെ മാസ്ക്. നിങ്ങൾ പ്രൊഫൈലോ കിട്ടും, പഴയ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ റോഡ് അത് സത്യം. അത് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ അപ്പൊ എന്താ മാസ്ക് കാണാമല്ലോ. മങ്കി മാസ്ക് പറയുമ്പോ ഇറങ്ങി 20 രൂപേന്റെ 3 എണ്ണം. എനിക്ക് ഓർമ്മയുണ്ട്, 20 രൂപേന്റെ 3 എണ്ണം. ഇതാ അളിയാ മാസ്ക് കിട്ടി, എന്നാ ശരി ബാ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത്. ആ മാസ്ക് ഇട്ട് അത് ശ്വാസം കിട്ടാതെ ഈ പപ്പടം കുത്തുന്ന കോലെടുത്ത് ചൂടാക്കി അതിന് മൂക്കിലുണ്ട് തൊളയാക്കി ഇട്ടിട്ടൊക്കെയാണ് ഞങ്ങള്. അന്ന് ഇതുപോലെയല്ല, ഭയങ്കര മറ്റേ നമ്മള് ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ആ ബിൽഡിങ്ങിന് മുമ്പ് നമ്മൾ ഇട്ട് കയറും. അവർ ആർക്കും അറിയാൻ പാടില്ല, ഒരു സ്റ്റാഫിന് അറിയാണ്ടാവില്ല. ഇപ്പൊ പിന്നെയും കുറച്ചു പേർക്കൊക്കെ അറിയാം നമ്മളെ, കാരണം നമ്മൾ നമ്മൾ ലേബലും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആകുമ്പോ ഇപ്പൊ അറിയാം. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഇൻഡസ്ട്രിയുടെ ആൾക്കാർക്ക് അറിയാം. അതായത് അന്ന് അങ്ങനെയൊന്നുമല്ല. അന്ന് നമ്മള് ഫുൾ മറ്റേ ബാങ്ക് കൊള്ളടിക്കാൻ പോണ പോലെ ാണ്. ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ ബോംബെയിൽ പോയപ്പോ അത് ഹയാത്തിൽ അവിടെ എവിടെ പരിപാടി. അപ്പൊ ഞങ്ങള് കേറി പോകുന്ന തന്നെ റോട്ടിൽ നിന്ന് മാസ്ക് ഇട്ടിട്ടാണ്. നേരെ പോകുന്ന സെക്യൂരിറ്റി ഒക്കെ തടഞ്ഞു. മാസ്ക് ഇങ്ങനെ കേൾക്കണം നമ്മള്. അല്ല അവര് അവിടുന്ന് മാസ്ക് നിർബന്ധം. പിന്നെ എയർപോർട്ടിൽ പോകുമ്പോ ഇതേപോലെ മാസ്ക് ഭയങ്കര സീനാക്കി. ഇത് ഇവിടെ പറ്റൂല, ഇത് അപ്പൊ ഈ മാസ്ക് ഉള്ളവരെ അവര് പറഞ്ഞു ഇത് ഒരിക്കലും നിങ്ങള് ഹൈജാക്ക് ചെയ്യണ സെറ്റപ്പ് എന്താണ് പരിപാടി വിളിച്ചിട്ട് ഫുൾ ഞങ്ങൾ 3 പേരെ മാറ്റി നിർത്തി ഫുൾ എൻക്വയറി. എന്താ സംഭവം? അവസാനം ഇൻസ്റ്റാഗ്രാം പേജ് പാട്ട് സ്പോട്ടിഫൈ കാണിച്ചു കൊടുത്ത്. ഞാൻ വിചാരിക്കുന്നു ഈ മാസ്ക് ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയ എന്തായിരിക്കും സിറ്റുവേഷൻ? ആദ്യം മാസ്ക് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പാക്ക് ചെയ്യാൻ. അതെ, മാസ്ക് ആദ്യം എടുക്കണം, ബാക്കി എന്ത് പറഞ്ഞാലും മാസ്ക് എടുക്കാവുന്നതാണ് ലക്ഷ്യം. ഡ്രസ് വാങ്ങാം, പക്ഷെ മാസ്ക് ആരോടെയും കിട്ടൂല. നമ്മള് കോട്ടൊക്കെ പ്രാവശ്യം ട്രെയിനിൽ വെച്ചൊക്കെ ഇത്ര സാധനങ്ങളുകൊണ്ട് മറന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മാസ്ക് ഇങ്ങനെ പിടിച്ചിറക്കുള്ളൂ. മാസ്ക് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ മാനേജ് ചെയ്യാൻ ആവുമ്പോഴും പിടിക്കില്ല. ഇത് നിങ്ങൾ പിടിച്ചോ, വേണ്ട, പൊട്ടോ പ്രശ്നമൊക്കെ പിന്നെ അടുത്ത ഷോയില് ഉണ്ടാവില്ല സാധനം. വേറെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ ക്രൗഡിലൊക്കെ പോകുമ്പോഴേ ഈ 3 പേര് ഇതിന് ഇത്ര വിഷനുള്ളൂ. സൈഡിൽ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടിക്കും, നമ്മളെ കിടിക്കും, നമ്മൾ ഒറ്റ ഇടി കിടിക്കും. ഏറ്റവും രസം എന്താ വെച്ചാൽ ഞങ്ങൾ ഷെയ്ക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നിൽക്കും, എന്താ സിഗ്നറ്റി ചിലപ്പോ ഇങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെ മറ്റേ ചത്ത പോലെയൊക്കെ കൈ വരുമ്പോ. ഇപ്പൊ കുറെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് സക്സസ്ഫുള്ളി നടന്ന ആളുകളാണ്. ഒരു പ്ലാനോട് കൂടി അല്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 10 വർഷം കഴിയുകയാണെങ്കിൽ ഇപ്പൊ മലയാളി മങ്കീസ് എങ്ങനെയൊക്കെ അതെ ഞാൻ ആ 10 വർഷം ഇനി വീണ്ടും വരും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ല, നമ്മള് നേരത്തെ പറഞ്ഞ തന്നെ പ്രോസസ്സിലൂടെ പോവാൻ എന്ത് സംഭവിക്കാം. ഇപ്പൊ പണിയെടുത്താൽ നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു കൾട്ട് ഉണ്ടാവും. കുറെ മങ്കീസ് ആവും ഈ ലോകത്ത്. മാക്സിമം ജെന്യൂൻ ആയിട്ട് ജെന്യൂൻ ടു അവർ സെൽഫ് നോക്കുന്നത് ഭയങ്കര. ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ജെന്യൂൻ ആയിട്ട് ഇരിക്കണം. ട്രാവൽ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ട്രാവൽ ചെയ്ത് സമാധാനമായി പാട്ടുണ്ടാക്കുക, 3 നേരം നല്ല ഫുഡ് കഴിക്കാനുള്ള പൈസ,
സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷ്യം മറ്റേ പറഞ്ഞ പോലെ ബില്ല് നോക്കാതെ ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റുക, അതുപോലൊക്കെ സാധിക്കട്ടെ. ഇനിയും പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. കൂടെ സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുകളുണ്ട്. സോ അവർക്ക് കണക്ട് ആവുന്ന അതിനു മുമ്പ് നമുക്ക് ഒരേ പൊളിയുടെ ക്രൂവിനെ പറ്റി അധികം പറഞ്ഞില്ല. സോ താങ്ക്സ് ടു വൈറൽ സൗത്ത്. വൈറൽ സൗത്ത് ആണ് ഈ പ്രൊജക്ട് ബാക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഐഡിയ ചെയ്തിട്ട് ജാസി ഗിഫ്റ്റ്, ഞങ്ങൾ പിന്നെ റേസർ ബീറ്റ് പ്രൊഡ്യൂസർ ഉണ്ട്, റേസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കുറെ ഭയങ്കര ബാങ്ങേഴ്സ് ഉള്ള കായ്ക്കായി ഒക്കെ അല്ലെ, കായ്ക്കായി, പിന്നെ ജന്നത്തിനോരത്തിലെ കൽബും കെട്ടി, ഗബ്രിയുടെ കൂടെ ഇന്നലെ നമ്മുടെ ട്രാക്കിന്റെ ഒപ്പം തന്നെ അവന്റെ 2 ട്രാക്ക് ഇന്നലെ ഇറങ്ങിയത്. ഗബ്രിയുടെ കൂടെ ഒരു പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ട് കിഡിലെ ട്രാക്ക്, ഒരു രക്ഷയില്ല ട്രാക്ക്. അപ്പൊ പുളിയിഞ്ചി ഇത്. അപ്പൊ റേസറൊക്കെ നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ തന്നെ ഭയങ്കര ഒരു ടോപ്പ് നോച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ അവന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക്സ് ടു ഡെക്കാൾട്ടി. ലൈക്ക് എന്താടാ ചേട്ടയുടെ ഒരു നമ്മളതിലൊരു വേഴ്സ് ചെയ്തിട്ടുണ്ട്, എന്താടാ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട് ഡെക്കാൾട്ടിയുടെ. അപ്പൊ അതിന്റെ പ്രോസസ് സമയത്താണ് ഈ ട്രാക്ക് ശരിക്കും സംഭവിക്കുന്നത്, ഇതിന്റെ ഒരു സീഡ് ഉണ്ടാവുന്നത്. അപ്പോൾ റേസർ, പിന്നെ അഭിരാമൻ നമ്മുടെ ഒരു അഭിരാമനാണ് ഈ ട്രാക്കിന് അത് കസൂല് വായിച്ചത് മച്ചാനാണ്. പിന്നെ അതാ പറഞ്ഞു, ഞങ്ങൾക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും. ടീജസ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് സ്റ്റുഡിയോ മൊത്തം ഹാൻഡിൽ ചെയ്ത് റെക്കോർഡിംഗ് സമയത്ത്. പിന്നെ ത്രിതയ, ജ്യോതിഷ, ഒരു ഇതിലൊരു ഫീമെയിൽ കോറസ് ഉണ്ട്, ഒരു 5 പേരുടെ ഒരു ഫീമെയിൽ കോറസ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരും, എന്നല്ല. അപ്പൊ അതൊരു കോറസ് ടീം വന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെയാണ് കോറസ് ചെയ്തത്. പിന്നെ റിഷാദാണ് മിക്സ് ചെയ്തത്. റിഷാദ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നു റിഷാദ് 26 ഔട്ട് അടിച്ചിട്ടുണ്ട് ഈ പാട്ടിന് മിക്സ് പ്രോപ്പർ മിക്സ് കിട്ടാൻ വേണ്ടി. 26 ഔട്ട് അടിച്ചിട്ടുണ്ട്. 26 ഔട്ട് അടിച്ചു. ക്ഷമ അർപ്പിക്കുന്നു. പിന്നെ ശ്രീരാഗ് പെർക്കഷൻ. അതെ, ശ്രീരാഗ് കുറെ ലൈക്ക് ഇതില് കുറെ ഡ്രം ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ട്രാക്കിൽ. ഇത് മൊത്തം ശ്രീരാഗിന്റെ പെർക്കഷൻസ് ആണ്. ശ്രീരാഗിന്റെ സ്റ്റുഡിയോന്ന് അവൻ അറേഞ്ച് ചെയ്ത കുറെ പെർക്കഷൻ ഡ്രംസ് ഇതെല്ലാം ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ബേസിൽ പ്രസാദ് ആണ് ഡയറക്ട് ചെയ്ത്. ബേസിൽ പ്രസാദ് ആണ് നമ്മുടെ ഊമ്പലികഞ്ഞിയും ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പരിപാടി ആർക്ക് ഹാൻഡിൽ ചെയ്യാന്ന് ആലോചിച്ചപ്പോ ബേസിൽ പ്രസാദ് ആയിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ബേസിലാണ് ഇത് ഡയറക്ട് ചെയ്ത്. പിന്നെ DOP ഊമ്പലികഞ്ഞിനും ഓൾമോസ്റ്റ് സെയിം ക്രൂ ആണ്. ബേസിൽ പ്രസാദ്, പ്രവീൺ കാരറ്റ്, അർജുൻ സുരേന്ദ്രൻ, പ്രൊഡക്ഷൻ ഹൗസ് ഐക്കാടൻ. പിന്നെ നമ്മുടെ നവോക്ക ആർട്ടിസ്റ്റ് ആണ്. നവോക്ക കോസ്റ്റ്യൂം ഒക്കെ ചെയ്തത് നവോക്കയാണ്. നവോക്ക ശരിക്കും സിംഗറാണ്, പക്ഷെ ഇതില് നമ്മൾ കോസ്റ്റ്യൂം ചെയ്യാൻ വിളിച്ചു. പക്ഷെ നവോക്ക, നിഷാൻ, സിൻഡ്രൽ ഇവര് 3 പേരും കൂടെയാണ് കോസ്റ്റ്യൂം ഹാൻഡിൽ ചെയ്ത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിഷാനാണ് കവർ ആർട്ട് എല്ലാം ചെയ്തത്. ഒരു 25 പേർക്ക് ഓൾമോസ്റ്റ് ഫുള്ളി ഹാലോവീൻ കോസ്റ്റ്യൂം പോലെ കോസ്റ്റ്യൂംസ് ഉണ്ട്. പിന്നെ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, അവരിനെ സമ്മതിക്കണം. ഡാൻസേഴ്സും താഹയും സെബൂനും ഇവരെന്താ വെച്ചാല് ഈ അടച്ചിട്ട റൂമില് ഈ ചൂടില് ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സുകളാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഡാൻസ് ചെയ്യുക. അന്നാമയാണെങ്കിൽ അങ്ങനത്തെ ഭയങ്കര വേറെ കോസ്റ്റ്യൂമാ. ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഈ അതിൽ അതേപോലെ നണ്ണ് ജോക്കറൊക്കെ ആയിട്ട് അഭിനയിച്ചവര് രാവിലെ മേക്കപ്പ് ഇട്ടാ പിന്നെ 2 ദിവസം ഇവര് ഈ മേക്കപ്പിൽ അങ്ങനെ നടക്കുക. രാത്രി പോകുമ്പോ വരും, വീണ്ടും രാവിലെ മേക്കപ്പ് ഇടും. പിന്നെ മേക്കപ്പ് ചെയ്ത് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു മച്ചാനാണ്, ഒറ്റയ്ക്കാണ് അവൻ ഫുൾ ഇത്രയും പേർക്കുള്ള മേക്കപ്പ് ചെയ്ത്. കാരണം ഇനീഷ്യലി കൺസെപ്റ്റ് വേറെ ആയിരുന്നു. അപ്പൊ അതിൽ ശരിക്കും 4 പേർക്ക് മേക്കപ്പ് ഉള്ളൂ, 4 പേർക്ക് പ്രോപ്പർ കോസ്റ്റ്യൂം ഉള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ തന്നെ കോസ്റ്റ്യൂമിലായിരുന്നു പ്ലാൻ. പക്ഷെ പെട്ടെന്ന് കൺസെപ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് വേറെ പരിപാടി, ഇൻട്രസ്റ്റിംഗ് പരിപാടി വന്നപ്പോൾ മാറ്റി. അപ്പൊ എന്തായെന്ന് പറഞ്ഞാൽ 25 പേർക്കും കോസ്റ്റ്യൂം വേണമെന്നുള്ള സിറ്റുവേഷൻ. ലാസ്റ്റ് ടൈമില് 2 ദിവസം മുമ്പ് സ്ക്രിപ്റ്റ് ഫുൾ മാറ്റി ആക്ച്വലി. കാരണം ഒരു ചെറിയൊരു അതേപോലത്തെ സിമിലർ സാധനം നമ്മൾ കണ്ടു. വേറൊരു ഇത് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ ലെറ്റ്സ് തിങ്ക് സംതിങ് ഫ്രഷ് എന്നുള്ള രീതിയിൽ വേറൊരു പരിപാടി പിടിച്ചു. അപ്പൊ അതിനു വേണ്ടി എല്ലാം ചേഞ്ച് ചെയ്തു. അപ്പൊ മേക്കപ്പ് ആണെങ്കിൽ 4 പേർക്ക് ചെയ്യാമെന്ന അവിടെ 25 പേർക്ക് പുള്ളി മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ആർട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ആനന്ദ് ഭാവന, പിന്നെ അപ്പു, മറ്റേ DOP ആണെങ്കിലും എല്ലാരും നല്ല, അത് നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് ഫുൾ എഫേർട്ട് ഫുള്ളായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ആർട്ട് ചെയ്തവര്. ഈവൻ ലൈക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി ഫുഡിന്റെ ടീമായിരുന്നു. എന്താ വെച്ചാൽ ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അടച്ചിട്ട് റൂമല്ലേ, അപ്പൊ ഇവര് ഭയങ്കര ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ടേക്ക്
ഒരാൾ തെറ്റിച്ച് ടേക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇവര് ടയേർഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ഷന് എൽദോ ആ സമയത്ത് ഇവര് ചെറിയ സാൻഡ്വിച്ച്, സ്നാക്ക് ഐറ്റംസ് വീഴും, ഉറപ്പൊരാൾ വീഴും. കാരണം എന്താ വെച്ചാൽ അങ്ങ് അത്ര അതിന്റെ ഉള്ളിൽ നിക്കാൻ പറ്റുന്നില്ല. ഞങ്ങള് പോയിട്ട് നിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഈശ്വര ഇവര് എന്ത് പാടണത്, അത് നമുക്ക് ഫീൽ ആവും. അവരൊക്കെ ഞങ്ങളല്ല ഡാൻസ് കളിച്ചത് വീഡിയോയിൽ. അതെ അതെ, വീഡിയോയിൽ നമ്മൾ പ്രോപ്പർ മാസ്ക് ഇട്ട് ഡാൻസ് കളിച്ചു. സോ ഞങ്ങൾ മോർ ഓഫ് പ്രൊഡക്ഷൻ സൈഡിലായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത്, ലൈക് ഡയറക്ഷൻ ടീമിന്റെ കൂടെയും. ഒരേ പൊളി ഇപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരേ പൊളിയായിട്ടുള്ള സോങ് ആണ്. ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റില് ഇത് ഇടം നേടട്ടെ എന്ന് കണക്ട് ആവട്ടെ എല്ലാവർക്കും. എല്ലാവരും പൊളിക്കാനുള്ളൊരു പ്രചോദനമായിട്ട് ലൈഫിൽ മുന്നേറട്ടെ. അതെ, എല്ലാവരും ലൈഫ് പൊളിക്കട്ടെ, നിങ്ങളും ലൈഫ് പൊളിക്കൂ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.